നമസ്കാരം, എൻ്റെ പേര് ആനന്ദ് നെച്ചൂരാൻ. ഞാൻ ആക്ടറാണ്. ഞാൻ അഭിനയിച്ച സിനിമ അപ്പുറം ഇന്ന് ലാസ്റ്റ് ഷോ ന്യൂ TV-യിൽ സ്ക്രീൻ 1 ഷോയെ പ്രദർശിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നമ്മുടെ IFFKയിൽ വരാൻ തുടങ്ങിയിട്ട്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ഈ IFFKയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായുള്ളൂ. അതിൽ ഇപ്പോൾ ഞാൻ ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ലോക സിനിമയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കാൻ ഇത്രയും വൈകിപ്പോയതിൽ, പ്രത്യേകിച്ച് ഒരു നടനെന്ന നിലയിൽ എനിക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ മേളയിൽ പങ്കെടുക്കുമ്പോൾ ലോകോത്തര സിനിമകളുടെ എല്ലാം നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമ്മൾ കണ്ട സിനിമകളിലെല്ലാം വളരെയധികം വൈവിധ്യം നിറഞ്ഞതും വളരെ സർഗാത്മകമായിട്ടുള്ള സൃഷ്ടികൾ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളൊരു വലിയ നേട്ടമാണ്. അത് ലോക സിനിമ കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു വലിയ പ്രക്രിയ, അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ എത്ര പുകഴ്ത്തിയാലും അത് മതി വരത്തില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമ കണ്ടിട്ടിറങ്ങുകയാണ്. വളരെ മനോഹരമായിട്ട് അതിനെ രതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സെക്സിൻ്റെ ഒരു യുവതയുടെ സെക്സിനോടുള്ള ഭയങ്കരമായ അഭിനിവേശവും അതിനോട് അത് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണെന്ന് വാഴ്ത്തിപ്പാടുന്ന തരത്തിൽ അവരുടെ എക്സാജറേഷൻസും അതാണ് ലോകത്തിലെ അവരുടെ ഏറ്റവും പൗരുഷത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമെന്ന നിലയിൽ നടക്കുന്ന യുവാക്കൾക്ക് അവസാനം പറ്റുന്ന ഒരു പതനത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഐഫോണിൽ ഈ സിനിമ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഐഫോണിൽ ചിത്രീകരിച്ച സിനിമ സ്കൂൾ ഓഫ് ഡ്രാമയിലെ മിക്കവാറും ആക്ടേഴ്സും പിന്നെ മലയാള മുഖ്യധാര സിനിമയിലെ 1-2 വ്യക്തികളൊക്കെ ആക്ടേഴ്സൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നല്ല മനോഹരമായിട്ട് ആ പടം ഉണ്ടാക്കി എന്നുള്ളതാണ്, നിർമ്മിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രത്യേകത. അത് വളരെ നന്നായിരുന്നു. എല്ലാ സിനിമകളും, ഏത് ഭാഷയുള്ള സിനിമകളാണെങ്കിലും അവർ പറയുന്ന ആ ഒരു ആശയത്തെ വളരെ മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എന്തായാലും ഒരു നടനെന്ന നിലയിൽ IFFKയിൽ എൻ്റെ ഒരു ചിത്രവും കൂടെ ഈ തുടർച്ചയായ 2ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഡോൺ പാലത്തറയുടെ ഫാമിലി. അതിനകത്ത് ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം എന്ന സിനിമയിലും ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഷോയിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു.